സേനാപതി മാങ്ങാത്തൊട്ടിയിൽ കോഴി ഫാമുകളിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. 2 ഫാമുകളിലായി 600ഓളം കോഴികൾ ചത്തു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ. മാങ്ങാത്തൊട്ടി ടൌണിന് സമീപമുള്ള 2 കോഴി ഫാമുകളിലാണ് ഇന്നലെ രാത്രിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണമുണ്ടായത്. വർഷങ്ങളായി കോഴി ഫാം നടത്തിവരുന്ന ഇടിക്കുഴിയിൽ വർഗീസിന്റെ ഫാമിലെ 1000ഓളം കോഴികളിൽ 500ലധികവും ചത്തു. പലതിനെയും ഭക്ഷിച്ചിട്ടുമുണ്ട്. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് കർഷകരുണ്ടായത്. രാത്രിയിൽ കോഴികൾക്ക് തീറ്റ കൊടുക്കാനെത്തിയപ്പോഴാണ് കോഴികളെ അജ്ഞാത ജീവി ആക്രമിച്ചു കൊന്നതായി കണ്ടെത്തിയത്. അപ്പോൾ ഇന്നത്തെ രാത്രി ഞാൻ പതിപോലെ ഈ കോഴികളെ വൈകുന്നേരം 8 മണിക്ക് ഇതിന് തീറ്റ കൊടുക്കാനും നോക്കാനും വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ കോഴിക്കൂട്ടിലെ ഏതോ ജീവി കയറിയിട്ട് എൻ്റെ 1000ഓളം കോഴി ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മൊത്തം കോഴീനെ കടിച്ചു പോകുന്നു. അതുകൊണ്ട് 500ലധികം കോഴികൾ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. രാത്രി 2 മണിയോടെയാണ് പനച്ചിക്കൽ വിജയന്റെ ഫാമിലെ കോഴികളെ അജ്ഞാത ജീവി ആക്രമിച്ചത്. ശബ്ദം കേട്ട് ഓടിയെത്തിയതോടെ ജീവി ഓടിമറഞ്ഞു. ഏത് ജീവിയാണെന്ന് വ്യക്തമായി കാണാനും കഴിഞ്ഞില്ല. സംഭവം നടക്കുമ്പോൾ ഏതെങ്കിലും ചെറിയ ജീവികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യജീവികളായിരിക്കാം, ചെറിയ ജീവികൾ ആയിരിക്കും. അത് ഏത് ജീവിയാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മുടെ ഒരു നോട്ടത്തിൽ അതിനെ കാണാൻ കഴിയില്ല. കാൽപ്പാടുകളൊന്നും ഇല്ലാത്തതിനാൽ അതിനെ കാണാൻ സാധിക്കുന്നില്ല. വിജയന്റെ 50ലധികം കോഴികളെ അജ്ഞാത ജീവി കൊന്നുഭക്ഷിച്ചു. സംഭവത്തെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മൃഗസംരക്ഷണ വകുപ്പ് അധികൃതരും പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ ബുൾബേന്ദ്രനും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഏത് മൃഗമാണെന്ന് കണ്ടെത്താനായിട്ടില്ലെന്നും കാട്ടുപൂച്ച പോലുള്ള ഏതെങ്കിലും മൃഗമാകാനാണ് സാധ്യതയെന്നും കർഷകന് നഷ്ടപരിഹാരം ലഭിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തുമെന്നും ബോഡിമെട്ട് സെക്ഷൻ ഫോറസ്റ്റർ ജോൺസൺ പറഞ്ഞു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മമ്മട്ടിക്കാനത്ത് ഇതൊരു അനുഭവം ഉണ്ടായി. അവിടെ കോഴിക്കോട്ടിൽ അന്ന് 2000 കോഴികളെയാണ്, അത് ലെപ്പേർഡ് ക്യാറ്റാന്ന് കൺഫേം ചെയ്തിരുന്നു, പൂച്ചപ്പല്ലി. അതുപോലെ ഇതിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. കാരണം കാൽപ്പാട് ശരിക്കും വ്യക്തമല്ല. അതുകൊണ്ട് ഇതിനു വേണ്ട നഷ്ടപരിഹാര തുകയെല്ലാം അതാത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഇപ്പോൾ കൊടുക്കുവാൻ വേണ്ട സംവിധാനങ്ങളുണ്ട്. അതിനുവേണ്ട എല്ലാ നടപടികളും ചെയ്തു കൊടുക്കുന്നതാണ്. അതേസമയം ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായ കർഷകർക്ക് സർക്കാർ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകാൻ ഇടപെടണമെന്ന് CPI സംസ്ഥാന കൌൺസിൽ അംഗം CU ജോയി ആവശ്യപ്പെട്ടു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ.